ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പോൾ സമയം രാത്രി 12 മണി കഴിഞ്ഞു കേട്ടോ. ഞാനും എൻ്റെ അനിയനും നല്ല തിരക്ക് പിടിച്ച് ഹാമ്പർ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടിലാണ്. ഇന്ന് അതായത് ഈ പറയുന്നതെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 6 രാത്രി, അല്ലെങ്കിൽ ഓഗസ്റ്റ് 7 വെളുപ്പിന് അങ്ങനെയും പറയാം. സോ ഓഗസ്റ്റ് 6 എൻ്റെ അനിയനൊരു പെണ്ണ് കാണാൻ പോയി. അവന് പെണ്ണിനെ ഇഷ്ടമായി. ഞാനും ഉമ്മച്ചിയൊന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് അവനും വാപ്പച്ചിയും പിന്നെ എൻ്റെ ഒരു മാമായും കൂടെയാണ് പോയി കണ്ടത്. അവൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ ഇനി ഞങ്ങൾ പോവാണ് കേട്ടോ. ഞാനും ഉമ്മച്ചിയും കൂടെ കുട്ടിയെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോകുമ്പോഴത്തേക്കും എന്തായാലും അവൻ ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഉറപ്പിക്കാമെന്ന് കരുതി. അപ്പം കുറച്ച് ഗോൾഡൊക്കെ പോയി പർച്ചേസ് ചെയ്തു. ഇവർ പെണ്ണ് കണ്ടിട്ട് വന്നപ്പോൾ തന്നെ ലേറ്റായി. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി ജ്വല്ലറി പോയി കുറച്ച് ഗോൾഡൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് പൂക്കടയൊക്കെ തുറന്ന് രാത്രി പോയി പൂവൊക്കെ മേടിച്ചിട്ട് രാത്രിയാണ് അവൻ പറയുന്നത് അവന് ഹാമ്പർ വേണമെന്ന്. അങ്ങനെ ഹാമ്പറിൻ്റെ ബോക്സും ഒക്കെ കിട്ടി. ദെൻ ഈ ഒരു എനിക്കറിയില്ല എന്തൊക്കെയാണെന്ന്, ഈ ഫ്ലവർ വെക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ സ്പോഞ്ച്, അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് ലേറ്റായി, കടകളൊക്കെ അടച്ചു. ഞങ്ങൾ പോയ കടകളിലൊന്നുമില്ല. പിന്നെ ഉള്ളതുപോലെ ഒരു കടയിൽ നിന്ന് എങ്ങനെയോ മറ്റേ ഡസ്റ്ററില്ലേ, ഡസ്റ്ററിൻ്റെ ബോക്സ് ആ ഒരു സ്പോഞ്ച് കിട്ടി. അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഹാമ്പർ സെറ്റ് ചെയ്തത്. അൽഹംദുലില്ലാഹ്, ഇതാണ് നമ്മുടെ ഹാമ്പർ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഹാമ്പർ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. നമ്മളിപ്പോൾ ഒരു ആളുടെ അടുത്ത് പറഞ്ഞ് ചെയ്യിക്കാൻ രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ട് ചെന്ന് ഹാമ്പർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ 8 മണിക്ക് ആരും ഉണ്ടാക്കി തരില്ല. അതുകൊണ്ടാണ് നമ്മൾ തനിയെ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക്. കുറച്ച് ചോക്ലേറ്റ്സും ഒക്കെ ഒപ്പിച്ച് ലാസ്റ്റ് ഇതേപോലെയൊക്കെ ആയി. അടുത്ത കാര്യങ്ങൾ, അതായത് അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് തരാം കേട്ടോ. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.